Lights off, my mind is going crazy. Shut down everything I've known. Heartbreak, it's never gonna be easy. I know I have been cold. I wish I could just say sorry, but I'm scared I'm too late now. Too late, too late. But I'm not sure why I place our silly games. With your heart, yeah, I was a fool, being free. I just wanna know who you will stay with me. I just wanna hold all of our memories. It feels like they're floating away, like the world's away. Feels like they're floating away, like the world's away. Yeah, it feels like, yeah, it feels like, yeah, it feels like, yeah, it feels like. Lights off, I'm feeling kinda empty. Not sure which way is my home. Break down all this pride inside me. ഇന്നത്തെ ഈ ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല വിവാഹ ജീവിതം എന്നുള്ള ആ സത്യം അനുസ്മരിച്ചുകൊണ്ട് തമ്പുരാനെ മുറുകെ പിടിച്ച് പ്രാർത്ഥനാ നിർഭരമായ ഹൃദയത്തോടുകൂടി സ്നേഹിക്കുവാനായിട്ടുള്ള ഉറച്ച മനസ്സോടുകൂടി, ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ഉറച്ച മനസ്സോടുകൂടി വിവാഹമെന്ന ഉദാശ എന്ന് സ്വീകരിക്കുവാനായിട്ടുള്ള വലിയൊരു കൃപ, ദൈവാത്മാവിൻ്റെ വലിയൊരു ചൈതന്യം, വലിയൊരു കൃപ ചിന്തോയ്ക്ക് ലഭിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ആഘോഷങ്ങളെക്കാൾ ഉപരിയായിട്ട് ഇന്ന് നമ്മളിൽ നിന്ന് ചിന്ത ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനയാണ്. ഉദാശയുടെ സമയത്തും അതുപോലെ തന്നെ മറ്റെല്ലാ സമയത്തും നമുക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഈ നിമിഷം നമുക്ക് ചിന്തയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രിണിയെ നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. ഇവരുടെ ജീവിതം ഏറ്റവും മനോഹരമായി തീരുമാന കൃപ ഇവർക്ക് ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിൽ പങ്കെടുക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും അന്വയിക്കാം. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മനുഷ്യനായിരിക്കും നല്ലതല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നോട് ചെയ്തുകൊണ്ട് ആദ്യത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകുവാൻ പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ടിൻഡോയെ അന്യായം അനുഗ്രഹിക്കണമേ. കാനയിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച് വിശുവായി ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന് കാവൽക്കാരനായ മാറിയോസേപ്പെ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകുവാനും ഇവർക്കായി പ്രാർത്ഥിക്കണമേ. ഇത് അവളെ കലയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയും അയക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. It's out of your hands. You just gotta let go. And there's never been a better time, 'cause I see the sun, the
that falls in the window, and there's never been a better light. Cause all that's well ends well, but all that's well must end. So let's take a walk outside and wash our hands of tears. Yeah, I promise that there's never been a better time. Cause all that's well ends well, but all that's well must end.
സ്വതന്ത്രമായി ജീവിക്കുന്ന കുടുംബത്തിന് നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മുഖത്തിനും മനുഷ്യവർഗത്തിന് നന്മയ്ക്ക് വേണ്ടി ഈ കൂദാശയോഗ്യതയോടെ പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണം. പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെ പിതൃഗൃഹത്തെ നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മന്ത്രിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിറിയയിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ ഹൃദയത്തെ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പൊടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സ്ഥലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവർ അന്ധകാരത്തിൽ നടക്കുകയില്ലെന്ന് അരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗ്ഗദീപമായിരിക്കും. വിശുദ്ധ പത്രോസിലേക്ക് എഴുതിയ ഒന്നാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ആശീർവദിക്കണമേ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് അനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നമ്മുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തെ പ്രത്യാശിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് പ്രകാരം തങ്ങൾ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. ദൈവശക്തിയിൽ നിറയൂ, യേശുവിന്റെ ജനമേ. വിശ്വാസത്തിന്റെ പരിചയമേകി ആത്മാവുന്ന വാഴ്ത്തരിച്ച് യേശുനാഥന്റെ പടയാളികൾ ഓങ്ങാരണി ചെയ്യൂ.
വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവനോട് പറഞ്ഞു, നീ സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ വിശുദ്ധീകരണ കർമ്മങ്ങൾക്കുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് വെള്ളമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കുവോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വേണമെന്ന്. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഏറെ അനുഗ്രഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട വികാരിച്ച, പ്രിയപ്പെട്ട മെൽവിനിച്ച, വിവാഹമെന്ന ഉദാശയിലൂടെ നവദമ്പതികളാവാൻ പോകുന്ന പ്രിയപ്പെട്ട ടിൻഡോ, റിനിയ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനിതോടെ ആയിരിക്കുക. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു കുടുംബമാണ് കരിമാലിക്കൽ കുടുംബം. നാട്ടിൽ നിന്നും ഗുജറാത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് പോകേണ്ടി വന്നപ്പോൾ ഒട്ടും പരിചിതമല്ലാത്ത ഒരിടമായിരുന്നു. ഗുജറാത്തിലെ ആനന്ദിലേക്കാണ് ആദ്യമായിട്ട് ഗുജറാത്തിൽ ചെന്നപ്പോൾ എനിക്ക് അപ്പോയിൻമെന്റ് ലഭിക്കുന്നത്. അവിടെ എന്നെ കൊണ്ടുപോയി ആക്കിയിട്ട് ഗുജറാത്തികളെ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഒരു സൊസൈറ്റിയിൽ എന്നെ കൊണ്ടുപോയി ആക്കിയിട്ട് ജനാളച്ചനും മറ്റച്ഛന്മാരും ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാനൊരു ഒറ്റപ്പെട്ട മനസ്സോടെ, കാരണം കുറവലങ്ങാട്ടെ തിരക്കുകളിൽ നിന്നൊക്കെ അവിടേക്ക് ചെന്ന് വിട്ടപ്പോൾ ഒറ്റപ്പെട്ട മനസ്സോടെ ആയിരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു. അച്ഛാ, ഞാൻ കെ തോമസ് ആണ്. ഞാൻ ബാങ്കിൽ പോയിട്ട് വരുന്ന വഴിക്ക് അച്ഛൻ്റെ അടുത്ത് വരെ നമുക്ക് ഇന്ന് വൈകിട്ട് വീട്ടിൽ ഭക്ഷണം കഴിക്കാം. അങ്ങനെ തോമസ് ഏട്ടൻ വന്നു. വീട്ടിൽ ചെന്നു ചേച്ചിയെ പരിചയപ്പെട്ടു. അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് സ്നേഹവും കരുതലും ഒക്കെ നൽകി, ഒരു മകനോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ നൽകി എന്നെ എപ്പോഴും സ്നേഹിക്കുന്ന കരുതുന്ന ഒരു കുടുംബമാണ് തോമസ് ചേട്ടന്റെയും ചേച്ചിയുടെയും ടിൻഡോയും ടാക്സും ഒക്കെ അടങ്ങുന്ന ആ കുടുംബം. കൊറോണയെ നമ്മളൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പൊ കൊറോണ വന്നതുകൊണ്ട് ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്ന ഒന്ന് ടിൻഡോയൊക്കെ ആയിട്ടുള്ള സൗഹൃദമാണ്. കാരണം കൊറോണ വന്നപ്പോഴാണ് വർക്ക് ഫ്രം ഹോം ടിൻഡോ പൂനെയിൽ നിന്നും ആനന്ദിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ പലപ്പോഴും ആ മുറിയിൽ ഒറ്റപ്പെട്ടിരുന്ന എനിക്ക് ഇടയ്ക്കൊന്ന് ചായ കുടിക്കാനോ ഒരു സമോസ കഴിക്കാനോ ഒക്കെ ഒന്ന് പുറത്തു പോകാനായിട്ടും അല്പമൊക്കെ ഒന്ന് വർത്തമാനം പറഞ്ഞിരിക്കാനായിട്ടും ഒക്കെ വലിയൊരു സൗഹൃദവും ഒരു സമയവും ഒക്കെ നൽകി എപ്പോഴും ആക്റ്റീവാക്കി നിർത്തിയ ഒരു നല്ലൊരു സൗഹൃദമായിരുന്നു ടിൻഡോയുടേത്. ടിൻഡോയെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ അത് ഒരിക്കലും കൂടുതലാകില്ല എന്ന് ഞാൻ കരുതുകയാണ്. ഇന്ന് പലപ്പോഴും അച്ഛന്മാരൊക്കെ പറയും, ചെറുക്കന്മാരെ കുറിച്ചൊക്കെ കല്യാണാലോചന വരുമ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അല്പം ഒന്ന് സംശയിച്ച് മറുപടി പറയുള്ളൂ. കുഴപ്പമില്ല, ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടൊക്കെ ഒന്ന് കെട്ടിച്ചാൽ മതി എന്നൊക്കെ പറയേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ ടിൻഡോയെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് പറയാം, ചേട്ടാ ഒന്നും നോക്കണം, ധൈര്യമായിട്ട് കെട്ടിച്ചു കൊടുത്തു, നല്ലൊരു ചെറുക്കനാണ് എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. നല്ലൊരു വിശ്വാസവും മാതാപിതാക്കളോടും സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും ഒക്കെ നല്ല ഒരു സ്നേഹവും ഒക്കെ പുലർത്തുന്ന ഒരു നല്ലൊരു ചെറുപ്പക്കാരനെ കുറിച്ച് മോശമായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കാത്ത, നല്ലത് മാത്രം പറയാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ. പ്രിയപ്പെട്ട ടിൻഡോയ്ക്കും റിനിയയ്ക്കും
നല്ലൊരു വിവാഹ ജീവിതം ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ക്രൊയേഷ്യൻ റോമൻ കാത്തലിക് പാരമ്പര്യത്തില് വിവാഹ സമയത്ത് നവദമ്പതിമാർക്ക് കുരിശ് നൽകുന്ന ക്രൂശിത രൂപ നൽകുന്ന ഒരു പാരമ്പര്യമുണ്ട്. ബോസ്നിയയിലെ ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഈ ഒരു പാരമ്പര്യം ആരംഭിക്കുക. ആ ഗ്രാമത്തെ കുറിച്ച് പറയുക, ആ ഗ്രാമത്തിലെ ഡൈവോഴ്സിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 0% ആണ്. അപ്പൊ അവർക്ക് ആ വിവാഹ വേളയിൽ നൽകപ്പെടുന്ന ക്രൂശിത രൂപം അവരവരുടെ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് സ്ഥാപിക്കുകയും എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ബുദ്ധിമുട്ടുകളെയും ആ വിഷമങ്ങളെയും ആ സഹനങ്ങളെയും ആ കഷ്ടപ്പാടുകളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ട് ധീരോദാത്തം മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ട് അവിടെ ആ ഡൈവോഴ്സിന്റെ പെർസെന്റേജ് എപ്പോഴും കുറഞ്ഞിരുന്നു. നവദമ്പതികള് വിവാഹത്തിനായിട്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് നൽകപ്പെട്ട ആ ക്രൂശിത രൂപവുമായിട്ടാണ് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുക. തുടർന്ന് ആ ക്രൂശിത രൂപം നവദമ്പതിമാരുടെ കൈകളിൽ കൊടുത്തുകൊണ്ട് വൈദികൻ ആശീർവദിക്കുമ്പോൾ അദ്ദേഹം ഇപ്രകാരം പറയും: നിങ്ങൾ നിങ്ങളുടെ കുരിശ് കണ്ടെത്തിയിരിക്കുന്നു. ഈ കുരിശ് സ്നേഹിക്കപ്പെടുവാനുള്ള കുരിശാണ്. ഇത് വഹിക്കേണ്ട ഒരു കുരിശാണ്. ഇത് ഭാരപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ എറിഞ്ഞു കളയേണ്ട ഒരു കുരിശല്ല. ഇത് സ്നേഹത്താല് അനുദിനം പരിപാലിക്കേണ്ട ഒരു കുരിശാണ്. കുരിശ് എന്നത് പലപ്പോഴും നമ്മളൊക്കെ മോശപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുന്ന ചേട്ടന്മാരൊക്കെ പറയും, അച്ഛാ എനിക്ക് കിട്ടിയിരിക്കുന്നത് കുരിശാണിത്, ചേച്ചിമാര് പറയും എനിക്ക് കിട്ടിയിരിക്കുന്നത് കുരിശാണിത്. കുരിശ് ഒരു മോശപ്പെട്ട ഒന്നാണ്. കുരിശ് എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മോശപ്പെട്ട ഒന്നായി നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കുരിശ് മരണത്തിന് മുമ്പ് വരെ, കുരിശ് മരണത്തിന് ശേഷം പര്യായ പദങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റിമറിച്ച ഒന്നാണ് ക്രൂശിരൂപം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കുരിശ് മരണത്തിന് മുമ്പ് കുരിശ് നൽകപ്പെട്ട പര്യായങ്ങൾ എന്തൊക്കെയായിരുന്നു? അപമാനത്തിന്റെ അടയാളം, അതിഘോര സഹനത്തിന്റെയും പീഡനത്തിന്റെയും ഒക്കെ അടയാളമൊക്കെയായിരുന്നു. എന്നാൽ ഈശോ മിശിഹായുടെ കുരിശ് മരണത്തിന് ശേഷം കുരിശ് സ്നേഹത്തിന്റെയും രക്ഷയുടെയും പ്രത്യാശയുടെയും ഒക്കെ പ്രതീകമായിട്ട് മാറി. എങ്ങനെയാണ് ഈ കുരിശ് സ്നേഹത്തിന്റെയും രക്ഷയുടെയും പ്രത്യാശയുടെയും ഒക്കെ പ്രതീകമായിട്ട് മാറുവാനായിട്ട് ഇടയായത്? നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ വലിയ സ്നേഹത്തെ പ്രതി. എങ്ങനെയുള്ള സ്നേഹം? തന്നെ ഈ ലോകത്തിലേക്ക് അയച്ച തന്റെ പിതാവായ ദൈവത്തോടും അവിടുന്ന് തന്നെ ഫലമേൽപ്പിച്ച ദൈവജനത്തോടുമുള്ള ആ വലിയ സ്നേഹത്തെ പ്രതി അവിടുന്ന് കുരിശിന്റെ കരയേറ്റപ്പെട്ടപ്പോൾ ആ കുരിശിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് മാറ്റപ്പെടുകയാണ്. അതുവരെ അപമാനത്തോടെയാളായ കുരിശിനെ നോക്കി നാം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ വേദനകളും നമ്മുടെ നൊമ്പരങ്ങളും ഒക്കെ ആ ക്രൂശിന്റെ രൂപത്തിൽ നമ്മൾ ഇറക്കി വെച്ചുകൊണ്ട് ആശ്വാസം പ്രാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. കുരിശ് എന്നത് സ്നേഹത്തിന്റെ പ്രതീകമാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഭാരപ്പെടൽ അകന്നു പോകണമെങ്കിൽ സ്നേഹമെന്ന നിസ്വാർത്ഥ സ്നേഹം, ത്യാഗോചിതമായ സ്നേഹം, അതാണ് കുരിശ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ത്യാഗോചിതമായ സ്നേഹം. നമുക്കറിയാം, അത് ദമ്പതികളാണെങ്കിലും ഇനിയൊരു ഇടവകയിലെ ധ്യാനിച്ചിലും കുറച്ചിലുമാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നമുക്ക് മറ്റ് വ്യക്തികളുമായിട്ട് ഇടപെടുമ്പോൾ ചില സഹനീയങ്ങളായ ചില സ്വഭാവ സവിശേഷതകൾ, സഹിക്കാൻ പറ്റുന്ന സ്വഭാവ സവിശേഷതകളുണ്ട്. എന്നാൽ ചിലത് അസഹനീയങ്ങളായ സ്വഭാവ സവിശേഷതകളുണ്ട്. ഇപ്പൊ കുടുംബത്തിലാണെങ്കിൽ എപ്പോഴും എല്ലാം ഭർത്താവിന്റെ സ്വഭാവങ്ങൾ ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുന്ന സ്വഭാവമായിരിക്കണമെന്നില്ല. അസഹനീയങ്ങളായ സ്വഭാവങ്ങൾ നമുക്ക് എല്ലാവർക്കും, നമ്മുടെ ഓരോ വ്യക്തിയും യുണീക്കാണ്. അവരവരുടെ പ്രത്യേകതകൾ, കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, നന്മകളുണ്ട്. അപ്പൊ നന്മകൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ കുറവുകളും പോരായ്മകളും ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നിടത്താണ് ജീവിതം മുന്നോട്ട് പോകുക. അപ്പൊ ഈ കുറവുകളും പോരായ്മകളും, അസഹനീയങ്ങളായ സ്വഭാവ സവിശേഷതകൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ആ വ്യക്തിയോട് സ്നേഹം ഉണ്ടാവണം. ആ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിയെ ആ വ്യക്തി ആയിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിയുടെ സ്വഭാവത്തിലെ അസഹനീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ വ്യക്തി ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ടുള്ള കൃപ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് വിവാഹത്തിനാകാൻ പോകുന്ന ചിന്തോയ്ക്കാണെങ്കിലും റിനിയായിക്കാണെങ്കിലും വിവാഹ ജീവിതം നയിച്ചു
നയിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കാണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ ഈ സഹനങ്ങളെയും കഷ്ടപ്പാടുകളെയും മറ്റു വ്യക്തികളിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന വ്യക്തികൾ നമുക്ക് ലഭിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ആണെങ്കിലും അതൊക്കെ തരണം ചെയ്ത് ജീവിതത്തെ പാതി വഴി ഉപേക്ഷിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ അതൊക്കെ അതിലഭിക്കുന്ന ആ സ്നേഹം, നിസ്വാർത്ഥമായ ത്യാഗോചിതമായ സ്നേഹം നാം കൂടപ്പിറപ്പാക്കിയേ മതിയാവുകയുള്ളൂ. നമ്മുടെ ക്രിസ്മസ് കാലത്തിലൂടെ കടന്നു പോവുകയാണ്. തിരുക്കുടുംബത്തെ മാതൃകയാക്കേണ്ട, തിരുക്കുടുംബത്തെ ധ്യാനിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മുടെ വിശുദ്ധ യോസേഫ് പിതാവിനെ കുറിച്ച് ധ്യാനിക്കാറുണ്ട്. യോസേഫ് പിതാവ് പരിശുദ്ധ അമ്മ വിവാഹത്തിന് മുമ്പ് തന്നെ ഗർഭവതിയായി കേട്ടപ്പോൾ ആകപ്പാടെ ആശ്രയങ്ങളുണ്ടാകുന്നുണ്ട്. ദൂതനിൽ തന്നുള്ള ഉത്തരം കിട്ടിക്കഴിയുമ്പോൾ തുടർന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുക യോസേഫ് നിദ്രയിൽ തുടർന്ന് ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു എന്നാണ്. പറയുമ്പോൾ വളരെ നിസ്സാരമായ കാര്യമാണ്. യോസേഫ് നിദ്രയിൽ തുടർന്ന് ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. എന്താണ് യോസേഫ് പിതാവിനെ സമയത്തുള്ള ആ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വിവാഹ ജീവിതത്തിൽ ഇനിയും അവൻ അഭിമുഖീകരിക്കാനിരിക്കുന്ന ഒരുപാട് കടമ്പകളുണ്ടായിരുന്നു. കാരണം യോസേഫ് പിതാവ് ജീവിക്കുന്നത് നമ്മെപ്പോലുള്ള ആ വ്യക്തികളെ കിടന്ന സമൂഹം തന്നെയാണ്. കാരണം ഒരുപാട് മോശപ്പെട്ട അഭിപ്രായങ്ങളും വാക്കുകളും ഒക്കെ ഉച്ചരിക്കുന്ന ഒരുപാട് ആളുകളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് വാക്ശരങ്ങൾ നേരിടേണ്ടി വരുന്ന ഉത്തമമായ ബോധ്യത്തോടുകൂടി, ഒരുപാട് സഹനങ്ങളെ അഭിമുഖീകരിക്കേണ്ട ഉത്തമമായ ബോധ്യത്തോടുകൂടി തന്നെയാണ് യോസേഫ് പിതാവ് ആ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തെടുക്കുക. പരിശുദ്ധ അമ്മയും അപ്രകാരം തന്നെയാണ് ആ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തെടുക്കുക. ഇപ്രകാരം സഹനങ്ങളെ അഭിമുഖീകരിക്കുവാൻ നമ്മുടെ വിവാഹത്തിന്റെ ഈ വലിയ വലിയ സന്തോഷങ്ങളും ആഘോഷങ്ങളും ഒക്കെ നമ്മുടെ ഈ 1-2 ദിവസം അല്ലെങ്കിൽ 1 മാസം 2 മാസം 1 വർഷവും ഒക്കെ ചിലപ്പോൾ നീണ്ടു നിൽക്കും. അതിനുശേഷം ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ട ഒരു കാലഘട്ടം കടന്നു വരും. അപ്പോൾ അവിടെയൊക്കെ പരസ്പരം ഇടമുറിയാത്ത ത്യാഗോചിതമായ വലിയ സ്നേഹവും പരസ്പരം മനസ്സിലാക്കുന്ന മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിതം കേവലം സന്തോഷം മാത്രമുള്ള നടക്കുന്നതല്ല. അവിടെ ത്യാഗമുണ്ട്, സഹനമുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊക്കെ ഒരുമിച്ച് നേരിടേണ്ടതാണ്. തിരുക്കുറൾ അവിടെ കാണുന്നുണ്ട്. ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ മറിയത്തെയും കൂട്ടി പേരെഴുതിക്കുവാനായിട്ട് പോകേണ്ടി വന്നു. നിങ്ങൾക്ക് വരെ പണിയൊന്നും നമുക്ക് വീട്ടിലിരുത്താൻ പോലെയെന്ന് മാതാവ് ചോദിച്ചില്ല. കൂടെ പോയി ഒരുമിച്ച് തീരുമാനമെടുത്തു. അവിടെ നിന്ന് ഈജിപ്തിലേക്ക് ഓടിപ്പോകാൻ എണ്ണപ്പാട് ലഭിച്ചു. ഇവിടെ എങ്ങാനും ഒളിച്ചിരുത്താൻ പോലെയുള്ളവര് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചില്ല. ദൈവം കൽപ്പിച്ചതുപോലെ ഒരുമിച്ച് തീരുമാനമെടുത്ത് ആ പ്രതിസന്ധി അഭിമുഖീകരിച്ചു. അപ്പോൾ അവരുടെ ജീവിതം മുന്നോട്ട് പോയി. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് കൂടുതൽ സങ്കീർണമാക്കാതെ പരസ്പരം രമ്യതയിലെത്തിക്കുന്ന ഒരൊറ്റ തീരുമാനമെടുത്ത് ഒരൊറ്റ മനസ്സോടെ മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. പ്രതിസന്ധി എപ്പോഴും ഉണ്ടാകും, തർക്കങ്ങളൊക്കെ ഉണ്ടാകും, തർക്കങ്ങളില്ലാത്ത ജീവിതമില്ല. ആ തർക്കങ്ങളെയൊക്കെ സംയോജിപ്പിച്ച് ഒരേ മനസ്സോടെ ഒരൊറ്റ ഹൃദയത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതം നല്ല നിലയിൽ സുഗമമായിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ കുരിശിലേറ്റ ആ സഹനത്തിന്റെയും ആ കഷ്ടപ്പാടുകളുടെ ഫലമൊക്കെയാണ് നമുക്ക് അനുഭവിക്കുന്ന ആ സന്തോഷവും സമാധാനവും ഒക്കെ. ഈശോ മിശിഹായെ പൗരസ്ത്യ പിതാക്കന്മാരൊക്കെ വിശേഷിപ്പിക്കുക ഉപയോഗിക്കുന്ന പല 2-ാം ആദം എന്നാണ്. 1-ാം ആദം നമുക്കറിയാം, പൂർവ്വപിതാവായ ആദം. ആദത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ആദം പറഞ്ഞു, ഇവിടെ ഈ പഴം തന്നത് കൊണ്ടാണ് ഞാൻ കഴിച്ചത്. ദൈവമേ, നീ എനിക്ക് തുണയെ തന്നവള് ഈ പഴം തന്നത്, അതുകൊണ്ട് ഞാൻ കഴിക്കേണ്ടി വന്നു. ദൈവത്തോട് പണി പറയുകയാണ്. ദൈവം തുണയെ തന്നവള് കാരണമാണ് ഞാൻ ഈ പാപാവസ്ഥയിലേക്ക് വീണ്ടും പോകുന്നത്. എന്നാൽ ഈശോ മിശിഹായിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ദൈവപിതാവ് തന്നെ ഫലമേൽപ്പിച്ച ജനം തനിക്കെതിരെ തിരിഞ്ഞപ്പോൾ അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ച പ്രകാരമാണ്, പിതാവേ, ഇവർ ചെയ്ത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് നീ ക്ഷമിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. പ്രിയപ്പെട്ടവരെ, പരസ്പരം ക്ഷമിക്കുവാനും പരസ്പരം പൊറുക്കുവാനും പരസ്പരം കൈകൊടുക്കാനും നമുക്ക് മനസ്സായില്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയില്ല. കാരണം നമ്മളൊക്കെ കലഹപ്രിയരാണ്, മനുഷ്യരാണ്, നമുക്കൊക്കെ കലഹ പ്രകൃതികളുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ പരസ്പരം പഴിയാനാതെ കുറവുകൾ പോരായ്മകൾ ഇരുവർക്കും ഉണ്ടാകും. പരസ്പരം
ജീവിതം ക്ഷമിച്ച് പുറത്ത് കൈ കൊടുത്ത് ഒരേ മനസ്സോടെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരികയില്ല. ആ തന്നം ചെയ്യുവാനുള്ള കൃപ നമുക്ക് ലഭിക്കും. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തമ്പുരാനോട് ചേർന്ന് ജീവിക്കുക, വിശുദ്ധ കുരിശിൽ നോക്കി ജീവിക്കുവാൻ, കുരിശ് പ്രദാനം ചെയ്യുന്ന ആ സഹനത്തെ സഹനത്തെ അതിജീവിക്കുന്ന വലിയ സ്നേഹം, ആ സ്നേഹമാണ് കർത്താവിനെ ആ സഹനത്തെ അതിജീവിക്കുവാനായിട്ട് പര്യാപ്തനാക്കിയത്. അതുപോലെ സ്നേഹത്താല് സഹനങ്ങളെയും കഷ്ടപ്പാടുകളെയും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മുന്നേറുവാൻ നമുക്ക് സാധിക്കണം. ഇനിയുള്ളത് പരിശുദ്ധ അമ്മയുടെ കൂട്ടാണ്. അമ്മയുടെ കൂട്ടുപിടിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ടത്തെ അമ്മച്ചിമാരെ നോക്കിയാൽ ജപമാല കയ്യിൽ വെക്കാത്ത ഒരു നിമിഷമില്ല. ആ അമ്മച്ചിമാരുടെ ഒക്കെ ജപമാല എടുത്ത് നോക്കിയാൽ തേടി തീരുന്ന ജപമണികളെയാണ് നമുക്ക് ആ ജപമാലയിൽ കാണുവാനായിട്ട് സാധിക്കുക. ആ അമ്മച്ചിമാരൊക്കെ ചൊല്ലിത്തീർത്ത ജപമാലകളുടെ ബലമാണ് നാമൊക്കെ അനുഭവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത്. സദാ സഹായിക്കുവാൻ സന്മനസ്സുള്ള ചേർത്ത് വയ്ക്കുന്ന പരിശുദ്ധ അമ്മയുടെ ആ മാധ്യസ്ഥ്യം തേടി ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ അമ്മ പറഞ്ഞതിൽ കുറുക്ക് വഴി സുവിശേഷ ഭാഗത്തുണ്ട്. അതാണ് ആ കാനായിലെ കല്യാണ വീടിനെ മരണ വീട് പോലെ ആക്കാതെ അനുഗ്രഹിക്കപ്പെട്ട് വിടവാക്കി മാറ്റിയത്. വീട് തീർന്നു പോയ അമ്മ പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്ന എന്തായാലും ചെയ്യും. ഈ ഭരണിയില് വെള്ളം നിറച്ചാല് ഈശോ പറഞ്ഞു ആ കൽഭരണിയിൽ വെള്ളം നിറയ്ക്കും. ഈ ഭരണിയിൽ വെള്ളം നിറച്ചാൽ ഈ വെള്ളം അങ്ങനെ വീഞ്ഞായി മാറുമെന്നും ആ പരിചാരകർ ചോദിച്ചില്ല. അവൻ പറഞ്ഞു ഭരണി വെള്ളം നിറയ്ക്കാൻ. വെള്ളം നിറച്ചു, വെള്ളം വീഞ്ഞായി മാറി, ആ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നവ ഗ്രഹിച്ചുകൊണ്ട് വചനം വായിച്ച് ധ്യാനിച്ച് വചനാധിഷ്ഠിതമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇന്ന് പലപ്പോഴും ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുക, ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തുവിനെ അറിയില്ല, ക്രിസ്തുവിന്റെ വചനവും അറിയില്ല എന്നാണ്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ പറയുന്നത് വചനത്തിലൂടെയാണ്. വചനത്തിലൂടെ അറിയാത്ത, വചനം വായിക്കാത്ത ഒരിക്കലും ക്രിസ്തുവിനെ അറിയുവാനോ ക്രിസ്തുവിനെ ധ്യാനിക്കുവാനോ ക്രിസ്തു പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാനോ സാധിക്കുകയില്ല. വചനത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് നമ്മെ പരിഗണിപ്പിക്കുന്നത്. ദൈവത്തിന്റെ സൃഷ്ടികരണം പിന്തുടരുക. അവിടെ നമുക്ക് നൽകുന്നുണ്ടോ നൽകാതിരിക്കുക എന്നുള്ളതല്ല. ദൈവം നൽകിയാൽ സന്തോഷത്തോടെ നൽകുന്നത് അത്രയും സ്വീകരിച്ചുകൊണ്ട് ആ നൽകപ്പെട്ടതിനെ നന്മയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായി വിശുദ്ധ അമ്മയും വിഷയം വളർത്തിയതുപോലെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെ മനുഷ്യർക്ക് പ്രിയപ്പെട്ടവരായി മക്കളെ വളർത്തുവാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കണം. ഇന്ന് പലപ്പോഴും കാണുന്നത് കുട്ടിയിലെ കുഴപ്പമില്ല, പട്ടി ഉണ്ടായാൽ മതി എന്നൊരു മനോഭാവം വളർത്തുന്ന ഒരുപാട് യുവതി യുവാക്കന്മാരുണ്ട്. കുട്ടിക്ക് പകരം ഒരു പട്ടിയെ വളർത്തിയാലും അത് മതിയെന്ന് ചിന്തിക്കുന്നവരുടെ വർദ്ധിച്ചു വന്ന കാലഘട്ടത്തിൽ പട്ടിയല്ല കുട്ടി തന്നെ വേണമെന്നുള്ള ചിന്തയോടുകൂടി കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് നൽകട്ടെ. ആ നൽകുന്നതിനെ സന്തോഷത്തോടെ സ്വീകരിച്ച് അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ നന്മയിൽ പ്രാർത്ഥിക്കൊണ്ട് പോകാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമാകും. ദൈവം ആഗ്രഹിക്കുന്ന നന്മയിൽ, വിശുദ്ധിയിൽ, സ്നേഹത്തില്. ഇന്ന് ജിൻഡോയൊക്കെ പള്ളിയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് ഈ കാർന്നവന്മാർ കൊച്ചിനെ വരെ പള്ളിയിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. കുരിശ് വരയ്ക്കുന്ന ദിവസം ആകുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രമാത്രം ഇപ്പൊ ഞാനിവിടെ പോയി സമയം പറയാൻ കുരിശ് വരച്ചേക്കാത്ത പറയും. കാരണം അത്രമാത്രം പ്രാർത്ഥനയും ചൈതന്യമൊക്കെ മാതാപിതാക്കളിൽ നിന്നാണ് മക്കളിലേക്ക് കടന്നു വരിക. അപ്പൊ മാതാപിതാക്കളിൽ മക്കൾക്ക് കിട്ടിയില്ല എങ്കിൽ അത് മക്കൾക്ക് കിട്ടുകയില്ല. അപ്പൊ അതുകൊണ്ട് മാതാപിതാക്കൾ മക്കളിലേക്ക് ആ ചൈതന്യം കൊടുക്കണമെങ്കിൽ മാതാപിതാക്കൾക്ക് ആ വിശ്വാസം ഉണ്ടാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചിന്തയും വെളിയായും നമ്മുടെ കർത്താവായ വലിയ കൃപയാൽ വിവാഹങ്ങളുടെ മുദാശിലൂടെ ഒന്നായി തീരുമ്പോൾ നമുക്ക് ഇവർക്ക് വേണ്ടി മാത്രമായിട്ട് പ്രാർത്ഥിക്കാം. ത്യാഗോചിതമായ ഹൃദയത്തോടു കൂടി ഒന്നായി ഈ ദൈവം ആഗ്രഹിക്കുന്നിടത്തോളം കാലം സന്തോഷത്തോടെ ജീവിക്കാനുള്ള കൃതമായി ലഭിക്കുവാനായിട്ട് ഒരു ചെറിയൊരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കാട്ടിന് ഒരു വലിയ ശാപത്തായി. മൃഗങ്ങളൊക്കെ ഒരിട്ട് ദാഹജലത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അപ്പൊ ആ കാട്ടില് ഒരു കൊമ്പനാനയും ഒരു പിടിയാനയും ജീവിച്ചു. മറ്റു മൃഗങ്ങളെ പോലെ ഈ കൊമ്പനാനയും പിടിയാനയും ഒരിട്ട് ദാഹജലം തേടി ഇങ്ങനെ അണിഞ്ഞിരുന്ന് നടക്കുകയാണ്. അവസാനം അവനെ ഇരുവരും ഒരു വെള്ളക്കുഴിയുടെ അടുത്തെത്തി.
വെള്ളം കുടിക്കുവാനായിട്ട് രണ്ടുപേരും ആ തുമ്പിക്ക് ആ വെള്ളത്തിലേക്ക് താഴ്ത്തി. രണ്ടുപേരും വെള്ളം കുടിക്കുവാനായിട്ട് ആരംഭിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ കൊമ്പനാന വെള്ളത്തിലേക്ക് നോക്കി. വെള്ളത്തിന്റെ അളവിന് ഒരല്പം പോലും കുറവ് സംഭവിച്ചിട്ടില്ല. പിടിയാനയും ആ വെള്ളത്തിലേക്ക് നോക്കി. വെള്ളത്തിന്റെ അളവിന് ഒരു കുറവ് സംഭവിച്ചിട്ടില്ല. കൊമ്പനാന കുടിച്ചുകൊണ്ടേ പിടിയാനെ കുടിച്ചുകൊണ്ടേ കൊമ്പനാനെയും തന്റേതായ ദാഹം അടക്കി പിടിച്ച് അവിടെ നിന്ന് വിടുകയായിരുന്നു. അതാണ് ദാമ്പത്യ ജീവിതം. പരസ്പരം ത്യാഗോചിതമായ ഹൃദയമുണ്ടെങ്കിലേ ഈ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. സ്വാർത്ഥത അന്വേഷിച്ചാൽ അത് തകർന്ന് തരിപ്പണമായി പോകും. അവനവന്റെ സ്വാർത്ഥതകളെ തേടേണ്ടത് പരസ്പരം ത്യാഗോചിതമായ ഹൃദയത്തോടുകൂടി തന്റെ ജീവിത പങ്കാളിയുടെ സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ വിലകൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അവരെ വിലകൽപ്പിക്കുന്നവരായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം പാതി വഴിയിൽ തീർന്നു പോകുന്ന ജീവിതങ്ങളായിട്ട് ഒരിക്കലും തീരുകയില്ല. അതുകൊണ്ട് സർവശക്തനായ ദൈവം ഇവരെ ഇതുവരെ അനുഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ആഘോഷങ്ങളൊക്കെ കണ്ടതുകൊണ്ട് നമുക്ക് ഇവർക്കൊരു തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ഈ കുദാശയുടെ സമയത്ത് തമ്പുരാന്റെ മക്കളെയും നമ്മുടെ ഹൃദയം ഉയർത്തിക്കൊണ്ട് ഈശോയെ ഈ മക്കളെ ടിറ്റോയെയും മരിയയെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്ന ഇവരുടെ ഈ ബന്ധത്തെ ദൃഢപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുദാശകൾ നീളമായിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവുതൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹം എന്ന കുദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന്റെ ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തരാക്കണമേ. അങ്ങയുടെ പ്രഭാവനം സമർത്ഥമായി ഞങ്ങളിൽ ചൊല്ലണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ റിനിയെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. റിനിയ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ടിറ്റോയെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ വിവാഹ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം രണ്ടുപേരും വലതുകരം ചേർത്ത് പിടിക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി നാലുപേർക്കുമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന പുരുഷയുടെ ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനശ്വരവസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രത്തോടെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ
ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷ സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷണമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊല്ലട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Thank
സംരക്ഷണത്തിന് തടഞ്ഞ ഇവരെ കാത്തുകൊള്ളേണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മറിയൂസേപ്പിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും ആത്മായ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ മനുഷ്യൻ ശ്രീയുമായ മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികരണത്തിൽ അവരെ മക്കളാക്കുകയും ചെയ്ത കാരുണ്യമായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന ഉദാസീനമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അഭിനങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവമായ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ ഉദാസ നിങ്ങളെ ശക്തരാകട്ടെ. സന്തോഷം സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയും കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണമാക്കുകയും നിങ്ങളുടെ ആശങ്ങളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയമായ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങളെ യോഗ്യരാകട്ടെ. നിങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. I can remember the maple front door, sure of the warmth in the light. Well, easy I breathed knowing she was inside. Oh, she was the first ever love of my life. Along through the mountains she'd drive us away, some new adventure we'd make. She showed all the colors the world had to paint her. Love was the sun on each day I'd awake. As the years would bend my bones and ache within the grove, she was warm through frozen nights. Oh, she was the first ever love of my life.
getting married. Both of you look handsome and gorgeous together. Before we start, let me introduce myself. I am Maria. മറ്റെന്തിലേക്കും കടക്കുന്നതിന് മുൻപായിട്ട് ഇന്നത്തെ സ്റ്റാർസ് ഓഫ് ദ ഡേ, അതായത് ഇത് രണ്ടുപേരെയും നമുക്ക് ചെറുതായിട്ടൊന്ന് പരിചയപ്പെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. Our handsome groom, Tinto Thomas, is a BTech graduate from Gujarat Technological University and is a tech lead working with Infosys in Bangalore. Tinto is born and brought up in Gujarat, and her very gorgeous, beautiful bride, Renia Beni, who is born and brought up in Bangalore. She completed her Masters in Computer Application from Mount Carmel College in Bangalore. She is currently associated as Data Analyst with City Corp Services Private Limited. From today onwards, ഇതൊരു പുതിയ ഫാമിലിയാണ്. ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ട് പള്ളിയിലെ ചടങ്ങുകൾക്കെല്ലാം ശേഷം ഒരു പുതിയ ഫാമിലിക്ക് ഇവിടെ രൂപം കൊണ്ടിരിക്കുകയാണ്. സോ ഒരു പുതിയ ഫാമിലിക്ക് ഒരു നല്ല കൈയടി കൊടുത്തോടെ തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. It's nothing personal. I draw the blinds. They don't need to see me cry, 'cause even if they understand, they don't understand. So then when I'm finished, I'm all about my business and ready to save the world. I'm taking my misery, making my bitch can be everyone's favorite girl. So take aim and fly away. I've never been so wide awake. No, nobody but me can keep me safe, and I'm on my way. The black moon is on the rise, a fire burning in my eyes. No, nobody but me can keep me safe, and I'm on my way. Lo siento mucho, pero me voy, porque a tu lado me di cuenta que nada soy. Y me cansé de luchar y de guerrear en vano, de estar en la línea de fuego y de meter la mano. Acepto mis errores, también soy humano, y tú no ves que lo hago porque te amo. Pero ya no tengo más nada que hacer aquí. Me voy, llegó la hora de partir de mi propio camino, seguir lejos de ti. So take aim and fly away.
of a lie. Don't see myself inside. Why can't I get it right? I don't know. You're always watching me fall. Shadows, they like my wall. Why do I feel so small? I don't know. So I walk into the dead of night, where my monsters like to hide. Chaos feels so good inside, now I know. I lost control again. Always do the same and not to blame. I lost control again. I don't know who I am. Always do the same and not to blame. I lost control again. Tired of being afraid, but lately I lost my faith. What is love without pain? It ain't home. നിനക്കു വേണ്ടി കുടങ്ങൾ കൊണ്ടുവന്ന് തന്നില്ലേ തന്നില്ലേ സ്വന്തമായി കണ്ണല്ലേ കണ്ണല്ലേ നിനക്കു വേണ്ടി കുടങ്ങൾ കൊണ്ടുവന്ന് തന്നില്ലേ
worth keeping. So fool me like I'm dreaming. Take me through the night, falling to the dark side. We don't need the light, we'll live on the dark side. I see it, let's feel it while we're still young and fearless. Let go of the light, falling to the dark side. Falling to the dark side. Give in to the dark side. Let go of the light, falling to the dark side. Take me through the night, falling to the dark side. We don't need the light, we'll live on the dark side. I see it, let's feel it while we're still young and fearless. Let go of the light, falling to the dark side.
വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യ വിളക്കുകൾ കൊണ്ടുപോയി, എന്നാൽ എണ്ണ എടുത്തിരുന്നില്ല. വിവേകവതികൾ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ എല്ലാവരും ഉറങ്ങിപ്പോയി. പാതിരാവിൽ ഒരു ആർപ്പുവിളി കേട്ടു, ഇതാ മണവാളൻ വരുന്നു, പുറത്തു വന്ന് അദ്ദേഹത്തെ എതിരേൽക്കുവിൻ. കന്യകമാരെല്ലാവരും ഉണർന്നെഴുന്നേറ്റ് വിളക്കുകൾ ഒരുങ്ങി നിന്നിരുന്നവർ അദ്ദേഹത്തോടൊപ്പം മംഗളാഘോഷങ്ങൾക്കായി അകത്ത് പ്രവേശിച്ചു. നമ്മുടെ കർത്താവായ ശിവശേഖയ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കുടുംബജീവിതം ആരംഭിക്കുന്ന ടിൻഡോയും റിനിയെയും സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നല്ല ആഗ്രഹങ്ങൾ സഫലമാക്കണമെന്നും ഉത്തമ സന്താനങ്ങളെ നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.